കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ. ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. കിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും. ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും. നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം. നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. പ്രിയനെ തേടിയൻ യാത്ര. ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ. ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിന് സുവിശേഷം 19 അധ്യായം 41 വാക്യം. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴും അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് നാല് പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ദൈവത്തിന് സ്തോത്രം. നഗരത്തിന് സമീപിച്ചപ്പോൾ കർത്താവ് നഗരത്തെ നോക്കി കരഞ്ഞു. നഗരത്തെ നോക്കി കരഞ്ഞു. യേശു കരഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു നിത്യനായ ദൈവം കരഞ്ഞു. മനുഷ്യജാതിയെ നോക്കി കരയുന്നു. നാം ശ്രദ്ധിച്ചാൽ കാണാം, വേദപുസ്തകത്തിൽ യേശു കരഞ്ഞു എന്ന് വായിക്കുന്ന അനേകം സന്ദർഭങ്ങൾ. ഇവിടെ നഗരത്തെ നോക്കി കരഞ്ഞു. എന്നാൽ നമുക്ക് കാണാം, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 35 വാക്യം നമുക്ക് വായിക്കാം. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു, കരയുകയാണ്. നഗരത്തെ നോക്കി കരഞ്ഞു. ബേഥാന്യയിലെ ചെറുഭവനത്തിൽ കർത്താവായ യേശു വന്നിരിക്കുന്നു. യേശുവിന് ശിഷ്യന്മാർ കൂടെയുണ്ട്. ആകെ കനം തൂങ്ങിയ അന്തരീക്ഷം, മ്ലാനമായ മുഖങ്ങൾ, ഉള്ളവരെല്ലാവരും വിതുമ്പി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏങ്ങലടികൾ ഉയരുന്നു. ബേഥാന്യയിലെ ആ ഭവനത്തിൽ ആണും തൂണുമായി ഉണ്ടായിരുന്ന ലാസർ മരിച്ചു പോയിരിക്കുന്നു. ലാസർ മരിച്ചു, അടക്കി 4 ദിവസമായിരിക്കുന്നു. അപ്പോഴാണ് യേശു വരുന്നത്. യേശു പലപ്പോഴും വരാറുള്ള ഭവനമാണത്. യേശു സന്ദർശിക്കാറുള്ള ഭവനമാണത്. യേശു സന്ദർശിക്കുന്നൊരു ഭവനം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമല്ലേ? തീർച്ചയായിട്ടും അനുഗ്രഹമാണല്ലോ. ഒരുപക്ഷെ അവിടെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടായിരിക്കുമോ? യേശു സന്ദർശിക്കാറുള്ള ഭവനത്തിൽ എന്താ മരണം വന്നത്? യേശു സന്ദർശിക്കാറുള്ള ഭവനത്തിൽ എന്താണ് ഈ യൗവനക്കാരൻ മരിച്ചത്? യേശു സന്ദർശിക്കാറുള്ള ഭവനത്തിൽ എന്താണ് ഈ അപകടം വന്നത്? വിമർശകന്മാർ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും നിരീക്ഷകന്മാരെങ്കിലും ഇത് പറയുന്നുണ്ടായിരിക്കുമോ? നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വേദപുസ്തകം പറഞ്ഞിട്ടില്ല. യേശു കൂടെ വരുന്ന ഭവനത്തിൽ അപകടമോ? യേശു കൂടെ വരുന്ന ഭവനത്തിൽ അത്യാഹിതമോ?
യേശു കൂടെ കൂടെ വരുന്ന ഭവനത്തിൽ രോഗത്തിൻ്റെ ആക്രമണമോ? ചിന്തിക്കുന്നവർ കാണുമായിരിക്കും. ഏതായാലും ആരും ചിന്തിച്ചു കൊള്ളട്ടെ, എന്തും ചിന്തിച്ചു കൊള്ളട്ടെ, ലാസർ മരിച്ചു. ലാസർ അടക്കപ്പെട്ടു. 4 ദിവസമായി. ആ കനം തൂങ്ങി അന്തരീക്ഷത്തിലേക്ക് യേശു കടന്നു വന്നു. വന്നപാടെ മാർത്ത ഓടിച്ചെന്ന് കാൽക്കൽ വീണു. എൻ്റെ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഏങ്ങലടികളുടെ ആ വാക്കുകൾ പറഞ്ഞത്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ആ വാക്കുകൾ വേദനിപ്പിക്കുന്ന വാക്കുകളാണ്, ഉള്ളം തകരുന്ന വാക്കുകളാണ്. കർത്താവ് പറഞ്ഞു, അവൻ ജീവിക്കും, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കും. മാർത്തയ്ക്ക് മനസ്സിലായില്ല. ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാര്യമായിരിക്കും കർത്താവ് പറയുന്നതെന്നാണ് മാർത്ത ധരിച്ചത്. മാർത്തയ്ക്ക് അത്രേ അറിയാവൂ. ആത്മീയമായ കാര്യം വലിയ പരിജ്ഞാനമൊന്നും മാർത്തയ്ക്കില്ലല്ലോ. വലിയ പഠിപ്പോ പരിചയമോ ആത്മീയമായ പക്വതയോ ഒന്നുമില്ലല്ലോ. വിജ്ഞാന സമൃദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് മാർത്ത കർത്താവ് പറഞ്ഞു കേട്ടു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതിൻ്റെയൊക്കെ പൊരുൾ എങ്ങനെ മനസ്സിലാക്കാനാണ്? മനസ്സിലാക്കാൻ പ്രയാസമാണ്. മാർത്തയും മനസ്സിലാക്കിയില്ല. അപ്പോഴും മറിയ അങ്ങോട്ട് വരുന്നില്ല. അവിടെ വീട്ടിലെ സഹോദരി മറിയ വരുന്നില്ല. മാർത്തയുടെ സഹോദരി മറിയ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വന്ന കാര്യം അറിഞ്ഞില്ലായിരിക്കുമോ? അറിഞ്ഞു കാണണം. മാർത്ത കൂടി പോയപ്പോൾ മറിയ അറിഞ്ഞു കാണില്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കും മറിയ എഴുന്നേറ്റ് വരാഞ്ഞത്? മാർത്ത പോയപ്പോൾ കൂടെ വരാഞ്ഞത്? മറിയയുടെ ഉള്ളിൽ സങ്കടം തിങ്ങി നിൽക്കുന്നു. ഒരുപക്ഷെ അതിൽ പരിഭവം ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് അറിഞ്ഞുകൂടാ. മാർത്തയെപ്പോലെ ഓടി ഇറങ്ങാൻ മറിയയ്ക്ക് തോന്നിയില്ല. യേശു വരുമ്പോൾ ഓടിച്ചെന്ന് എതിരേൽക്കാൻ തോന്നിയില്ല. പോകേണ്ടതായിരുന്നു. പക്ഷേ മറിയ ഉള്ളിൽ പരിഭവം ഉണ്ടായതുകൊണ്ടാണോ അതോ അല്ല വേദനയുടെ ആധിക്യം കൊണ്ടാണോ എന്തുകൊണ്ടോ മറിയ എഴുന്നേറ്റ് പോയില്ല. പക്ഷെ മാർത്ത ഓടി തിരിച്ചു വന്നു. മറിയ വിളിച്ചു, യോ ഗുരു വന്നിട്ടുണ്ടോ, നിന്നെ വിളിക്കുന്നു. യേശുക്രിസ്തു മറിയെ വിളിച്ചതായിട്ടൊന്നും വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മാർത്ത കൂട്ടി പറഞ്ഞതായിരിക്കും. അങ്ങനെയെങ്കിലും മറിയ ഒന്ന് എഴുന്നേൽക്കട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതായിരിക്കും. അറിഞ്ഞുകൂടാ. ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആ വാക്ക് കേട്ടപ്പോൾ മറിയ എഴുന്നേറ്റു. ഗുരു വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുന്നു. ശരി, ഞാൻ എഴുന്നേറ്റു. വേഗം പോയി ചെന്ന പാടെ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതും വേദനിപ്പിക്കുന്ന വാക്കുകൾ. മാർത്ത പറഞ്ഞ അതേ വാക്കുകൾ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. വേദന പുരേണ്ട വാക്കുകൾ, അതിവേദന പുരേണ്ട വാക്കുകൾ. ദൈവത്തിന് സ്തോത്രം. ഇതുകൂടി ആയപ്പോഴേക്കും മാർത്ത കരയുന്നു, മറിയ കരയുന്നു. അപ്പോഴേ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാർ കുറേ പേര് കരയുന്നു. സ്വന്തപ്പെട്ടവരും ചാർച്ചക്കാരും ഒക്കെ ഉണ്ട്, അവരും കരയുന്നു. ആകെ കരച്ചിലിൻ്റെ ഒരു അന്തരീക്ഷം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഉള്ളം നൊന്ത് കലങ്ങി. കർത്താവിൻ്റെ ഉള്ളം നൊന്ത് കലങ്ങി. കർത്താവ് കരയുന്നു. യേശു കണ്ണുനീർ വാർത്തു. കരയുന്നവരുടെ കൂടെ കരയുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. സത്യം നിങ്ങൾ മനസ്സിലാക്കൂ. കരയുന്നവരുടെ കൂടെ കരയുന്നവരാണ് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾ വിതുമ്പി കരയുമ്പോൾ, നിങ്ങൾ ഏങ്ങലടിക്കുമ്പോൾ, നിങ്ങൾ അരികത്ത് വന്ന് നിന്ന് നിങ്ങളുടെ പുറം തടവി തരുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ ഇരിക്കുന്ന ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ചില അനുഭവങ്ങൾ പറയാനില്ലേ? കാണും, തീർച്ചയായിട്ടും കാണും. നിങ്ങൾ കരഞ്ഞപ്പോൾ കർത്താവ് വന്ന് നിങ്ങളുടെ കരച്ചിൽ മാറ്റിയത്. രോഗത്തിൻ്റെ ഭയാനകമായ ആക്രമണത്തിൽ നിങ്ങൾ ഞെരിഞ്ഞമരുന്നുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ കരഞ്ഞു. പക്ഷേ കർത്താവ് പ്രാർത്ഥന കേട്ടില്ല എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇത് വൈകിയാണെങ്കിൽ കർത്താവ് ഓടി വന്ന് നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു, രോഗം മാറി. വലിയ അനുഭവങ്ങളില്ലേ? ഓപ്പറേഷൻ ടേബിളിലേക്ക് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് പോയി. ഇനി ആരുടെയും മുഖം കാണുമോ എന്ന് ഓർത്തില്ല. കരഞ്ഞുകൊണ്ട് പോയി. ദൈവത്തിന് സ്തോത്രം. കരയുന്നവരുടെ കണ്ണുനീര് തുടച്ചു കർത്താവ്. അവിടെ അടുക്ക് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് തിരികെ വന്നപ്പോൾ, ഓപ്പറേഷൻ കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഇതാ ആൾ കിടന്നുകൊണ്ട് വരുന്നു. എല്ലാവരുടെയും മുഖത്തെ കണ്ണുനീര് കർത്താവ് തുടച്ചു. ദൈവത്തിന് സ്തോത്രം. അനുഭവങ്ങളില്ലേ? ഇല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കൂ, എത്ര അനുഭവങ്ങൾ. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ അനുഭവങ്ങളുടെ പിൻബലമാണ് നമ്മെ നയിക്കുന്നത്. അനേകം പേര് ക്രിസ്തുവിനെ ആശ്രയിക്കാൻ കാരണം ഈ അനുഭവങ്ങളാണ് തീക്ഷ്ണമായ അനുഭവങ്ങളാണ് നമ്മെ നയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. മാർത്ത കരയുന്നതും
കൂടെയുള്ള യഹൂദന്മാർ കരയുന്നു യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കരങ്ങി. യേശു കണ്ണുനീർ വാർത്തു. എവിടെ ദുഃഖമുണ്ടോ അവിടെ യേശു ഓടി അണയും. എവിടെ ദുരിതമുണ്ടോ അവിടെ യേശു വരും. വേദപുസ്തകം പറയുന്നു, സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നു. വിളിച്ചപേക്ഷിക്കുമ്പോൾ എല്ലാം നിർവഹിച്ച് തരും. അതൊരു പരമാർത്ഥമാണ്. നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചു തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങൾക്ക് വയ്യാത്ത കാര്യങ്ങൾ നിർവഹിച്ചു തരുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഏതെല്ലാം ആവശ്യഭാരങ്ങൾ കുടുങ്ങിയാണ് നിങ്ങൾ പലരും ഇരിക്കുന്നത്? ഏതെല്ലാം ആകുലങ്ങളിൽപ്പെട്ട് നട്ടം തിരിഞ്ഞാണ് നിങ്ങളിരിക്കുന്നത്? ഏതെല്ലാം ദുഃഖവിഷയങ്ങളാണ് നിങ്ങളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അരികത്ത് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളുടെ കരത്തിൽ പിടിച്ച് നിങ്ങളുടെ കരത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ നയിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ചില വാക്യങ്ങൾ വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ. യെശയ്യാ 43 ആദ്യത്തെ വാക്യങ്ങളും 42 ആദ്യത്തെ വാക്യങ്ങളും. 43 ആദ്യത്തെ വാക്യങ്ങൾ ആദ്യം വായിക്കാം. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിന്റെ മറുവിലയായി ഞാൻ മിസ്രയീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സബിയെയും കൊടുത്തിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ. മോനെ, ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. ദൈവത്തിന് സ്തോത്രം. യാതൊരു മാന്യതയുമില്ലാത്ത നമ്മെ മാന്യനായ ദൈവം എണ്ണി. ഒരു വിലയുമില്ലാത്ത നമ്മെ ദൈവം വിലയേറിയനായി എണ്ണി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുമ്പിൽ നാം വിലപ്പെട്ടവരാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ്. നിങ്ങൾ ഓരോരുത്തരും വിലയേറിയവരാണ്. മനുഷ്യൻ്റെ മുമ്പിൽ നിങ്ങൾ വിലകെട്ടവരാണ്. ആർക്കും വിലയില്ല. ഒരുപക്ഷെ വീട്ടിൽ പോലും വിലയില്ല. അപ്പന് വിലയില്ല, അമ്മയ്ക്ക് വിലയില്ല. അല്ല, അമ്മായിയമ്മയ്ക്ക് വിലയില്ല, അമ്മായിപ്പന് വിലയില്ല. അല്ല, മരുമോൾക്ക് വിലയില്ല, മോന് വിലയില്ല. അതേ കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ടവളാണ്, ഒറ്റപ്പെട്ടവനാണ്. എങ്കിലും മോനെ, നീ ചിന്തിക്കൂ, നീ ദൈവത്തിന് വിലയേറിയവനാണ്. ആർക്കും നിന്നെ വേണ്ടായെങ്കിലും യേശുവിന് നിന്നെ വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് 36 വയസ്സുള്ളപ്പോൾ അന്ന് ആഴമേറിയ സമർപ്പണത്തിലേക്ക് ഞാൻ വന്നു. അന്ന് ആ സമർപ്പണത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു സംഭവം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ദൈവ വൈദിൽ കൂടി എന്നോട് സംസാരിച്ചത് എങ്ങനെയാണ്? മോനെ, നീ എനിക്ക് വിലയേറിയവനാണ്. ദൈവത്തിന് സ്തോത്രം. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. കർത്താവിന് സ്തോത്രം. തുടർന്ന് സംസാരിച്ചു, ഞാൻ നിന്നെ ദൂര ദേശങ്ങളിലേക്ക് ഞാൻ അയക്കും. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ ദൂരദേശങ്ങളൊന്നും പോയിട്ടില്ല, ദൂരദേശങ്ങൾ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ദൂരദേശങ്ങളിലേക്ക് അയക്കും. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ചില വാഗ്ദത്തങ്ങൾ തന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ചില അരുളപ്പാടുകൾ തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 1975 ദൈവത്തിന് സ്തോത്രം, അന്ന് എന്നെ സ്നേഹിക്കുന്ന ഈ ഭൂമിയിൽ ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും പരിശുദ്ധനായ ഒരു ദേവദാസൻ ഒരു കൺവെൻഷനോട് ബന്ധപ്പെട്ട്, ഒരു സുവിശേഷ യോഗത്തോട് ബന്ധപ്പെട്ട് കോലഞ്ചേരിയിൽ വന്നു. അന്ന് കോലഞ്ചേരി കോളേജിന് മുറ്റത്ത് ഒരു വലിയ കൺവെൻഷൻ നടന്നു. അന്ന് പരിശുദ്ധനായ ദൈവപുരുഷൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് റൂമിൽ വന്നു. ഞാനിരിക്കുന്ന കസേരയിൽ അദ്ദേഹം ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് എനിക്ക് ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി. ദൈവത്തിന് സ്തോത്രം. നീ നേരെ എതിരെയുള്ള ആ മുറിയിലേക്ക് നീ നോക്കൂ, അവിടെ നിനക്ക് കയറി ഇരിക്കണ്ടേ എന്ന്. നേരെ എതിരെയുള്ള മുറിയിലേക്ക് നോക്കൂ, അവിടെ നിന്ന് കയറി ഇരിക്കണ്ടേ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് ചിലർക്ക് അത്ഭുതമായിട്ട് തോന്നും. ദൈവത്തിന് സ്തോത്രം. ആ നേരെ എതിരെയുള്ള മുറി പ്രിൻസിപ്പൽസ് റൂമാണ്. പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ നീ ഇരിക്കണ്ടേ എന്ന് പറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനത് വിശദീകരിച്ചില്ല, ആരോടൊന്നും പറഞ്ഞുമില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് ആ പരിശുദ്ധനായ ദൈവപുരുഷനോട് ചോദിച്ചു, എന്താ അതിൻ്റെ അർത്ഥമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മൗനമായി നിന്നു, ഞാനൊന്നും പറഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അരുളപ്പാടുകൾ കിട്ടിക്കൊണ്ടിരുന്നു, വാഗ്ദത്തങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. 1975 കിട്ടിയ വാഗ്ദത്തം നിറവേറുന്നത് 1995 20 വർഷത്തിന് ശേഷമാണ് ഞാൻ ആ പ്രിൻസിപ്പൽസ് റൂമിൽ പോയി ഇരുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. 20 വർഷത്തിന് ശേഷമാണ് പ്രിൻസിപ്പലിൻ്റെ കസേരയിൽ ഞാൻ ഇരുന്നത്.
പ്രിയപ്പെട്ടവരെ, പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിച്ചാൽ ഇരുന്നിട്ടുണ്ട്, പക്ഷേ കസേരയിൽ ഞാൻ കയറി ഇരുന്നിട്ടില്ല. പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിക്കേണ്ട അവസരം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കസേരയിൽ ഞാൻ ഇരുന്നിട്ടില്ല. എനിക്ക് ആ കസേര ഇരിക്കാൻ അത് എൻ്റെ കസേരയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അടുത്തുള്ള കസേരയിലേ ഇരുന്നിട്ടുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ജീവനുള്ള ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി നമ്മെ വിലയേറിയവരായി എണ്ണുന്ന സന്ദർഭങ്ങളുണ്ട്. വിലയേറിയവരായി നമ്മെ എണ്ണും. വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളെ കർത്താവ് വിലയേറിയവരായി എണ്ണുകയാണ്. നിങ്ങൾക്ക് എല്ലാ വാഗ്ദത്തങ്ങളും തരികയാണ്. ഭാവിയിലേക്കുള്ള മോഹന വാഗ്ദാനങ്ങൾ തരികയാണ്. ശോഭനമായൊരു കാലം നിങ്ങൾക്ക് തരികയാണ്. ശോഭനമായ കാലത്തേക്ക് നിങ്ങൾ നയിക്കാമെന്ന് പറയുകയാണ്. നിങ്ങളുടെ മക്കൾ ഉയർന്നുയർന്ന് വരുമെന്ന് പറയുകയാണ്. അവർ സുവിശേഷകരായി തീരുമെന്ന് പറയുകയാണ്. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഇതാകുന്നു ഞാൻ നിന്നോട് ചെയ്യുന്ന നിയമം. ദൈവത്തിന് സ്തോത്രം. ഈ വാഗ്ദത്തം നിങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കും? ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും നിൻ്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇതാകുന്നു ഞാൻ നിന്നോട് ചെയ്യുന്ന നിയമം. ദൈവം നമ്മോട് നിയമം ചെയ്യുകയാണ്. ദൈവം നമ്മോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ദൈവം നമ്മോട് നിയമം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ദൈവം നമുക്ക് വാഗ്ദത്തം തരികയാണ്. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവം വാഗ്ദാനങ്ങൾ തരുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവ് വാഗ്ദാനങ്ങൾ തരുന്നു, വാഗ്ദത്തങ്ങൾ തരുന്നു. മോനെ, ഏതിനെ ഞാൻ വിലയേറിയനായി കാണുന്നു. മോളെ, ഏതിനെ ഞാൻ വിലയേറിയതായി കാണുന്നു. ഇന്ന് നിനക്ക് വേണ്ടത്ര മാനം കിട്ടുന്നില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നെ തഴയുകയാണ്, നിന്നെ മാറ്റി നിർത്തുകയാണ്. പലരും നിന്നെ പാർശ്വവൽക്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ പലരും നിന്നെ മാറ്റി നിർത്തുകയാണ്. നിനക്കൊരു സ്ഥാനം തരുന്നില്ല, നിനക്കൊരു മാന്യത തരുന്നില്ല, നിനക്കൊരു വില തരുന്നില്ല. പലരും നിന്നെ പുച്ഛിക്കുകയാണ്, പലരും നിന്നെ കളിയാക്കുകയാണ്. എന്നാൽ നീ കേൾക്കൂ, ദൈവത്തിന് സ്തോത്രം, നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിനക്ക് ആദരവ് തരുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാട്ടുപോത്തിൻ്റെ കൊമ്പിൻ പോലെ നിന്നെ ഉയർത്തുമെന്നാണ് പറയുന്നത്. കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ നിന്നെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം പിറകെ സൈന്യം പോലെ വരുമെന്നാണ് പറഞ്ഞത്. യഹോവയുടെ മഹത്വം നിൻ്റെ പിൻപടയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം പിൻപട മുൻപ് ദൈവം നടക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം ചുറ്റും നമ്മെ നോക്കി പരിപാലിക്കുന്നു, ചുറ്റും പരിപാലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പക്ഷി യെരൂശലേമിനെ ചുറ്റി പറന്ന് പരിപാലിക്കുന്നത് പോലെ ഞാൻ നിന്നെ പറന്നു നിന്ന് ഞാൻ നിന്നെ പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. കീഴേ ശാശ്വത ഭുജങ്ങൾ നിന്നെ താങ്ങും. ദൈവത്തിന് സ്തോത്രം. കീഴേ ശാശ്വത ഭുജങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ചുറ്റും ദൈവം, മുകളിൽ ദൈവം, താഴെ ജീവനുള്ള ദൈവത്തിൻ്റെ കരം താങ്ങുന്നു. പിറകിൽ ദൈവത്തിൻ്റെ മഹത്വം, മുൻപ് ദൈവം നടക്കുന്നു. വശങ്ങളിൽ ദൈവം, ചുറ്റും ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ വലിയൊരു സംരക്ഷണത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കുവാൻ സ്നേഹിത നിനക്ക് താല്പര്യമുണ്ടോ? മകളെ, നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് ഈ അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിൻ്റെ അത്ഭുതകരം നിനക്ക് പ്രാപിക്കാം. ദൈവത്തിന് സ്തോത്രം. യേശു കണ്ണുനീർ വാർത്തു. ദൈവത്തിന് സ്തോത്രം. കണ്ണുനീർ വാർത്ത യേശു മന്ദം നടന്നു. ദൈവത്തിന് സ്തോത്രം. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടാണ് നടക്കുന്നത്. മാർത്ത മുൻപേ നടക്കുന്നു, മറിയ പിന്നാലെ നടക്കുന്നു, യേശു പിന്നാലെ നടക്കുന്നു, ശിഷ്യന്മാർ പിന്നാലെ നടക്കുന്നു, യഹൂദന്മാർ കൂടെ നടക്കുന്നു. അങ്ങനെ ഒരു ഘോഷയാത്ര പോലെ ഇതാ കല്ലറയിലേക്ക് പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. 4 ദിവസം മുൻപ് ഏങ്ങളടിച്ചുകൊണ്ട് ഡെഡ് ബോഡിയും ചുമന്നുകൊണ്ട് പോയ അതേ വഴിയിൽ കൂടി 4 ദിവസത്തിന് ശേഷം ഇതാ ഒരു പുതിയ നടപ്പ്. അന്ന് യേശു കൂടെ ഉണ്ടായിരുന്നില്ല, ഇന്ന് യേശു കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കല്ലറയിലേക്കുള്ള ഈ നടപ്പിൽ യേശു ഇന്ന് കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം. ലാസറിൻ്റെ കല്ലറയിലേക്കുള്ള നടപ്പിൽ ഇന്ന് യേശു കൂടെയുണ്ട്. എൻ്റെ പ്രിയ സഹോദരന്മാരെ, യേശു കൂടെയുള്ള നടപ്പിൽ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു കൊണ്ട് കൂടെ നടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? യേശു കൂടെ നടക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. കല്ലറയ്ക്കലെത്തി. കർത്താവിന് സ്തോത്രം. കർത്താവ് നോക്കി. കല്ലറയുടെ വാതിൽക്ക് വലിയൊരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെയാണ് യഹൂദന്മാരുടെ ഇടയിലുള്ള സമ്പ്രദായം. അങ്ങനെയാണ്. കല്ലറ ഒരു വലിയ ഗുഹയാണ്. അതിൻ്റെ വാതിൽക്കൽ ഒരു കല്ലുരുട്ടി വെച്ചിരിക്കുന്നു. ഒരാൾക്ക് മാത്രം മാറ്റാൻ സാധിക്കുകയില്ല. അനേകർ കൂടി മാറ്റിയാലേ ആ കല്ല് അനങ്ങുകയുള്ളൂ. ആ കല്ലറക്കിലിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, കല്ല് നീക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. അത് മനുഷ്യ ചെയ്യേണ്ട കാര്യമാണ്. കല്ല് നീക്കുവീൻ. നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നാം ആണ് ചെയ്യേണ്ടത്. തടസ്സം നാം മാറ്റിയേ പറ്റൂ. തടസ്സമുണ്ട്. യേശുവിന് അകത്തേക്ക് തല നീട്ടുന്നതിന് തടസ്സമുണ്ട്. യേശുവിനെ അകത്തേക്ക് നോക്കുന്നതിന് തടസ്സമുണ്ട്. കല്ല് നിൽക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം. കല്ല് നിൽക്കുന്നുണ്ട്. ആ കല്ല് മാറ്റണം. അത് മനുഷ്യൻ ചെയ്യേണ്ടതാണ്.
സ്നേഹിതരെ, നിങ്ങളുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന യേശു പറയുന്നു, മോളെ കല്ല് നീക്കുവീൻ, മോനെ കല്ല് നീക്കുവീൻ. ചില തടസ്സങ്ങളുണ്ടല്ലോ, എൻ്റെ ജീവൻ പ്രവേശിക്കാൻ ചില തടസ്സങ്ങളുണ്ടല്ലോ, എൻ്റെ അത്ഭുത കൃപ വ്യാപരിക്കാൻ ചില തടസ്സങ്ങളുണ്ടല്ലോ. കല്ല് നീക്കുവീൻ, തടസ്സം മാറ്റുവീൻ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ജീവിതത്തിലെ പാപങ്ങൾ മാറ്റുവീൻ, നിൻ്റെ ജീവിതത്തിലെ അശുദ്ധി മാറ്റുവീൻ, നിൻ്റെ ജീവിതത്തിലെ ദുശ്ശീലങ്ങൾ മാറ്റുവീൻ, നിൻ്റെ ജീവിതത്തിലെ ദുർനടപടികൾ മാറ്റുവീൻ, നിൻ്റെ ജീവിതത്തിലുള്ളതായ തിന്മകൾ മാറ്റുവീൻ. ദൈവം പറയുന്നു, നിൻ്റെ അഹങ്കാരം മാറ്റുവീൻ, നിൻ്റെ അഹന്ത മാറ്റുവീൻ, നിൻ്റെ സ്വാർത്ഥത മാറ്റുവീൻ. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സ്ഥാനമോഹം മാറ്റുവീൻ. മകനെ, നിനക്കുള്ളതായ നിൻ്റെ തിന്മകളെല്ലാം നീ കണ്ടുപിടിക്കുക. അശുദ്ധി മാറ്റുവീൻ, അശുദ്ധ കൂട്ടുകെട്ടുകൾ മാറ്റുവീൻ. എല്ലാ തിന്മയും മാറ്റിയിട്ട് ദൈവത്തിന് സ്തോത്രം യേശു പ്രവർത്തിക്കാൻ വഴിയൊരുക്കുവീൻ. യേശുവിന് പാദനിരപ്പാക്കുവീൻ. കർത്താവിന് സ്തോത്രം. അവർ കല്ല് നീക്കാൻ തുടങ്ങുന്നതിന് മുൻപ് മാർത്ത പറഞ്ഞു, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, 4 ദിവസമായല്ലോ. നാറ്റം വെച്ച് തുടങ്ങിയല്ലോ, 4 ദിവസമായല്ലോ. സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അത്ര ദുർഗന്ധമായി, ചീഞ്ഞഴുകി തുടങ്ങിക്കാണും. ദുർഗന്ധമാണ്, ഡെഡ് ബോഡി അല്ലേ, ചീഞ്ഞഴുകി കാണും. കർത്താവേ, നമുക്കിവിടെ നിൽക്കാൻ ഒക്കുകയില്ല. നിനക്ക് വാസ്തവത്തിൻ്റെ ആഗ്രഹം നിനക്ക് ആ സ്നേഹിതനായ ലാസറിനെ കാണണമെന്നാണ്, ഡെഡ് ബോഡിയെങ്കിലും കാണണമെന്ന്. അന്ന് വരാൻ പറ്റിയില്ല. ഇപ്പോഴെങ്കിലും ആ ഡെഡ് ബോഡി കാണാൻ നീ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ കർത്താവേ, ഡെഡ് ബോഡി അത് വേണ്ടതുപോലെ കാണാൻ പറ്റുകയില്ല, ചീഞ്ഞു തുടങ്ങി. കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, മാർത്തയുടെ നേരെ കർത്താവ് വാത്സല്യത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ അത്ഭുതം കാണും. വിശ്വസിച്ചാൽ നീ അത്ഭുതം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതം കാണും, ദൈവത്തിൻ്റെ മഹത്വം കാണും. വിശ്വസിക്കൂ. സ്തോത്രം. അത് മാത്രം മതി, വിശ്വസിക്കൂ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. യേശു മേലോട്ട് നോക്കി. അപ്പോഴേക്കും ഒരു കല്ല് നീക്കി. യഹൂദന്മാർ പലരുണ്ട്, അവരെല്ലാവരും കല്ല് ഉരുട്ടി മാറ്റി. യേശു കല്ലറയ്ക്കുള്ളിലേക്ക് തല നീട്ടി. യേശു ഉച്ചത്തിൽ വിളിച്ചു, ലാസറേ. പാതാളത്തിൽ ഉറങ്ങുന്ന ലാസറിനെ ദൈവം വിളിച്ചു. സ്തോത്രം. പാതാളത്തിൽ ഉറങ്ങുന്ന ലാസറിനെ ദൈവം വിളിച്ചു. ഈ ശരീരത്തിലേക്ക് ജീവൻ വന്ന് കയറി. പാതാളത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ലാസറിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ലാസറേ, പുറത്തു വരിക. കയ്യങ്കാലം കെട്ടപ്പെട്ടവനായി, മുഖം റൂമാലുകൊണ്ട് മൂടിയവനായി, ആ സകലം ശീല കൊണ്ട് പൊതിഞ്ഞവനായി ലാസർ വന്ന് നിൽക്കുന്നു. എന്തൊരു രൂപം! എല്ലാവരും അത്ഭുതപ്പെട്ടു. ഇതാര്? എന്തൊരത്ഭുതം! 4 ദിവസം മുമ്പ് നാം വെച്ച് കെട്ടിയതായ തുണി അതുപോലെ ഇരിക്കുന്നു. ഇതാ ശരീരം അതുപോലെ, ഇതാ അകത്ത് ശരീരം ആ സകലം മൂടി പൊതിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. അവരെ കെട്ടെല്ലാം അഴിച്ചു, വസ്ത്രമെല്ലാം മാറ്റി. ഇപ്പോഴിതാ ലാസർ പുഞ്ചിരിയോടെ നിൽക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആ കല്ലറയ്ക്കലപ്പോൾ ഒരു ആരവം ഉയർന്നു. ആ കല്ലറയുടെ മുമ്പിൽ അപ്പോൾ സ്തുതി ഉയർന്നു. അപ്പോഴൊരു ഹാലലിയ ഗാനം മുതിർന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗീയ സേനകൾ മുകളിൽ നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ ഉറ്റുനോക്കി. സ്വർഗീയ സേനകൾ ഭൂമിയിലേക്ക് നോക്കി. നിത്യനായി രക്ഷകൻ ചെയ്യുന്ന അത്ഭുതം കണ്ടുകൊണ്ട് മാലാഖമാർ അത്ഭുതം കൂറി നോക്കി നിന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോഴുണ്ട് സ്വർഗത്തിൻ്റെ പുഷ്പവൃഷ്ടി അവിടെ നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സ്തുതിയുടെ പൂക്കൾ മുകളിലേക്ക് ഉയരുകയാണ്. സ്തുതിയുടെ പൂച്ചണ്ടുകൾ മുകളിലേക്ക് ഉയരുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കൂടെ നിന്ന് അത്ഭുത ആദരവുകളോടെ സ്തുതിക്കുന്നു. ലാസർ യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു. മാർത്തയും മറിയയും ലാസറും യേശുവിനോട് ചേർന്ന് നിൽക്കുന്നു. മന്ദം മന്ദം നടക്കുന്നു. കർത്താവിന് സ്തോത്രം. 4 ദിവസം മുൻപ് എടുത്തുകൊണ്ട് പോകുന്ന ആ ലാസർ ഇപ്പോഴിതാ കൂടെ നടന്ന് വീട്ടിലേക്ക് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ കൂടെ നടക്കുന്നു. സഹോദരങ്ങളെ, യേശു കണ്ണുനീർ വാർത്തത് വൃഥാവായില്ല. യേശു കണ്ണുനീർ വാർത്തു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ മുമ്പിൽ നിന്ന് കണ്ണുനീർ വാർക്കുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? മരിച്ച നിന്നെ ഉയർപ്പിക്കാനാണ്. സ്തോത്രം. മോളെ, നീ എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, നിനക്ക് ജീവൻ തരാനാണ്. മോനെ, നിൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്നു, പാപം മൂലം പാപത്തിന് ശമ്പളമായ മരണം നിന്നിൽ വാഴുന്നു, നിനക്ക് ജീവൻ തരാനാണ് യേശു വന്ന് നിൽക്കുന്നത്. യേശു കണ്ണുനീർ വാർത്തത് നിനക്ക് ജീവൻ പകരാനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിനക്ക് ജീവൻ തരാനായി യേശു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിൻ്റെ മേൽ തന്നെ കൃപ പകരാനായിട്ട് യേശു കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിനക്ക് സ്വർഗീയ ജീവൻ പകരാനായിട്ട്, നിത്യജീവൻ്റെ അത്ഭുത കൃപ പകരാനായിട്ട് യേശു നിൽക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നീ ഒന്ന് വിനയപ്പെടുമോ? കർത്താവേ, ഇതാ ഞാനൊരു പാപിയായ മനുഷ്യൻ. യേശുവേ, ഞാനിതാ ഒരു അശുദ്ധനായ മനുഷ്യൻ. യേശുവേ, ഞാനിതാ ഒരു പാപിയായ സ്ത്രീ. എൻ്റെ കർത്താവേ, എനിക്ക് തിരുമുമ്പാകെ നിൽപ്പാൻ യോഗ്യതയില്ല. ഞാൻ അശുദ്ധി മാത്രം. കർത്താവേ, ഞാൻ അത്യാഗ്രഹി മാത്രം.
ഞാൻ ദുരാഗ്രഹി മാത്രം, കർത്താവെ ഞാൻ സ്വാർത്ഥലാഭമോഹി മാത്രം. എൻ്റെ കർത്താവെ, എൻ്റെ പാവങ്ങളിൽ എണ്ണിയാൽ തീരുകയില്ല. നാഥ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങളുമായി ഞാൻ ഇതാ നിൽക്കുന്നു. നാഥ, മനസ്സലിയണമേ. യേശു ക്രിസ്തുവിൻ്റെ ആണിപ്പാടുള്ള കരം നിൻ്റെ തലമേൽ വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ആ കരം നിൻ്റെ തലമേൽ വയ്ക്കുമ്പോൾ തിരക്തത്തിൻ്റെ തലമേൽ പകരും. ആ തിരക്തത്തിൻ്റെ തുള്ളി തൊടുമ്പോൾ നിൻ്റെ പാപക്കറകളെല്ലാം കഴുകും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീ പരിശുദ്ധനായി തീരും, നീ വിശുദ്ധനായി തീരും, നിൻ്റെ പാപങ്ങളെല്ലാം കഴുകപ്പെടും, നീ ഒരു പുതിയ സൃഷ്ടിയായി തീരും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അത്ഭുതം പ്രാപിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാം. യേശു കണ്ണുനീർ വാർക്കുന്നവനായി അവനിത് ഈ ബേഥാനിയിലേക്ക് വന്നിരിക്കുകയാണ്. യേശു കണ്ണുനീർ വാർക്കുന്നവനായി ഈ സ്വർഗീയ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. യേശു കണ്ണുനീർ വാർക്കുന്നതിനായി അവൻ സന്ദർശിക്കാനുള്ള സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ കരം നിങ്ങൾ കർത്താവിന് നേരെ ഉയർത്തുക. യേശുവേ, എൻ്റെ മേൽ നിന്റെ കരം വയ്ക്കണമേ, എന്നെ നീ പിടിക്കണമേ, എന്നെ നീ എഴുന്നേൽപ്പിക്കണമേ. യേശുവേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച യേശുവേ, ആത്മാവ് മരിച്ചിരിക്കുന്ന എനിക്ക് ജീവൻ തരണമേ, എൻ്റെ ആത്മാവിനെ ജീവിപ്പിക്കണമേ, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. യേശുവേ, എന്നോട് മനസ്സലിയണമേ. പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയും നമുക്ക് കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ അത്ഭുതകരണിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇതിൻ്റെ മക്കളെയെല്ലാം അനുഗ്രഹിക്കണമേ. ഉയർത്തിയ കരങ്ങൾ അവിടുന്ന് പിടിക്കണമേ കർത്താവേ. ഈ കരങ്ങൾ പിടിച്ചത് കർത്താവേ, ഇതിൻ്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തണമേ. എല്ലാവരെയും അവിടുത്തെ സ്വർഗ്ഗായത്തിന് വേണ്ടി ഒരുക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹ നിർനാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.